ആർ ശ്രീലേഖയുടെ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള നീക്കങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ സർക്കാർ ഓഫീസുകളിലെ അഴിമതികൾ തുറന്നു കാട്ടുന്ന രീതിയിലുള്ള പ്രസ്താവനകളും നീക്കങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതായത് സർക്കാർ ഓഫീസുകളിൽ ഇന്നിപ്പോൾ 3000-ഓളം വാഹനങ്ങൾ, അതായത് പ്രവർത്തിക്കാത്ത 3000-ഓളം വാഹനങ്ങൾക്ക് ഡ്രൈവർമാർക്ക് ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സീനിയർ ഡ്രൈവർക്ക് 40,000 മുതൽ 50,000 രൂപ വെച്ച് പ്രതിമാസം 12 കോടിയോളം രൂപയാണ് ഈ ഡ്രൈവർമാർക്ക് വേണ്ടി മാത്രം പോകുന്നത്. പക്ഷേ ഇവർക്ക് ആർക്കും ഒരു ജോലിയും ഇല്ലാതെ ഓഫീസുകളിൽ വെറുതെ ഇരിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായ ആർ ശ്രീലേഖയുടെ പുതിയൊരു പ്രസ്താവന എന്ന് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു. ആർ ശ്രീലേഖയുടെ ഓരോ നീക്കങ്ങളും BJP-യെ പോലും അറിയിക്കാതെ, അല്ലെങ്കിൽ നേതൃത്വത്തിന് പോലും അനുമതി ചോദിക്കാതെയുള്ള നീക്കങ്ങൾ നേതൃത്വത്തെ വലിയ പ്രതിസന്ധിയിലാക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇത്തരത്തിൽ സർക്കാരിനെതിരെയുള്ള ഈ നീക്കങ്ങൾ CPM-നെ ലക്ഷ്യം വെച്ചുകൊണ്ട് താഴെ ഇറക്കാനുള്ള പുതിയ പദ്ധതികളായിരിക്കുമോ? തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് കുറെ നാളായി LDF ആയിരുന്നു അവിടെ അധികാരത്തിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ മറ്റൊരു ഓഡിറ്റിംഗ് നടന്നിരുന്നില്ല. അതിന്റെ എല്ലാം ബാക്കി പത്രമായിട്ടാണ് ഇത് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഈ ബസിന്റെ കാര്യം, ഡ്രൈവർമാരുടെ കാര്യം എന്ന് പറയുന്നത് 15 വർഷം കാലാവധി കഴിഞ്ഞ എല്ലാ വാഹനങ്ങളും മാറ്റുകയാണ്. ഇപ്പോൾ ഉപയോഗത്തിൽ നിന്ന് മാറ്റുന്നതിന് പ്രകാരം 4500 വാഹനങ്ങൾ പുറത്താകുന്നു. 4500 വണ്ടികൾ ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അതിൽ തന്നെ 3000-ഓളം വണ്ടികൾ 20 വർഷം കഴിഞ്ഞതുകൊണ്ട് തന്നെ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ 3000 വണ്ടികൾ മാറ്റപ്പെട്ടു. പക്ഷേ 3000 ഡ്രൈവർമാർ ഇപ്പോഴും അവിടെ ഉണ്ട്. ഇപ്പോൾ ആ 3000 ഡ്രൈവർമാരെ വേറൊരിടത്തേക്ക് മാറ്റുകയോ വേറെ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പുനർവിന്യാസം വേണമെന്നത് പറഞ്ഞു കഴിഞ്ഞിട്ട് മാസങ്ങളോളമായി ഉത്തരവിറക്കിയിരുന്നു. ജൂണിൽ ഒരു ഉത്തരവ് വന്നിരുന്നു. ഇവർക്കെല്ലാം മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് മാറ്റി കൊടുക്കുക, എന്തെങ്കിലും വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ ഇവരെല്ലാം രാവിലെ വന്ന് പഞ്ച് ചെയ്യുന്നു, വെറുതെ ഇരിക്കുന്നു. ഈ ഹർഷാദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു സീനിയർ ഡ്രൈവർക്ക് കൊടുക്കുന്നത് 40,000 മുതൽ 50,000 രൂപ വരെയാണ് സാലറി. അപ്പോൾ 12 കോടിയോളം രൂപയുടെ തിരിമറി എന്നല്ല, അവർക്ക് വെറുതെ കൊടുക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോഴും മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ ഡ്രൈവർമാരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും വലിയ സംഭവം തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കുന്നു എന്നുള്ളത് ഇപ്പോഴാണ് പുറത്തു വരുന്നത്. ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ തുടർഭരണം എന്ന് പറയുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. മറ്റു ഓഡിറ്റിംഗ് നടക്കുന്നില്ല, മറ്റൊരാൾ അറിയുന്നില്ല അവിടെ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ VV രാജേഷ് അവിടെ മേയറായി വന്നതിന് ശേഷം അദ്ദേഹം ആദ്യം പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ സിറ്റി സർവീസിന് ഉപയോഗിച്ച ബസ്സുകൾ മറ്റു റൂട്ടുകളിലേക്ക് പോകുന്നുണ്ട്. ഓൾറെഡി സിറ്റി സർവീസിന് വേണ്ടിയിട്ട് ഇലക്ട്രിക് ബസ്സുകൾ കൊണ്ടുവന്നത് പൊല്യൂഷൻ കുറയ്ക്കുക, നഗരത്തിലെ പൊല്യൂഷൻ കുറയ്ക്കുക എന്നുള്ള ഒരു ആവശ്യം കൊണ്ടാണ്. അത് മറ്റു റൂട്ടുകളിലേക്ക് കൊണ്ടുപോകുന്നത് വഴി ഈ പറഞ്ഞ ഇടറോഡുകളിലേക്ക് സർവീസ് വേണം. അതിന് മറ്റൊരു ഉപാധിയാണ് കണ്ടെത്തേണ്ടത്. നമ്മുടെ തിരുവനന്തപുരത്തുള്ള പൊല്യൂഷൻ കുറയ്ക്കാനായിട്ട് ഈ ബസ്സുകൾ കൊണ്ടുവന്നത് അത് മറ്റു സ്ഥലങ്ങളിലേക്ക് കൊടുക്കുന്നത് കൊണ്ട് എന്തിനാണോ അത് കൊണ്ടുവന്നത് ആ കോഴ്സ് അവിടെ നടക്കുന്നില്ലല്ലോ. അതാണ് ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ പല കാര്യങ്ങളും ഇതുപോലെ പുറത്തു വരുന്നുണ്ട്. ഇനിയും പല അഴിമതി കഥകൾ അല്ലെങ്കിൽ ചെയ്യാത്ത കഥകൾ എല്ലാം പുറത്തു വരും ഇനി. അതെ, തീർച്ചയായിട്ടും. ആർ ശ്രീലേഖയെ കുറിച്ച് നമുക്കറിയാം, കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് VK പ്രശാന്തുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. കാരണം MLA ഓഫീസ് ഒഴിഞ്ഞു തരണം, ഈ പറയുന്ന കൗൺസിലറുടെ ഓഫീസ്, അതായത് തനിക്ക് കിട്ടിയ ഓഫീസ് വളരെ ചെറുതാണ് എന്നുള്ള രീതിയിൽ ഇത്തരത്തിലൊരു ഭീഷണിയുടെ സ്വരത്തിൽ വിളിച്ച് പറഞ്ഞു എന്നാണ് ആദ്യമുള്ള വാർത്തകളിൽ മനസ്സിലാക്കാൻ സാധിച്ചതെങ്കിലും, പക്ഷെ പിന്നീട് മേയർ ബ്രോ എന്നറിയപ്പെട്ടിരുന്ന അദ്ദേഹത്തെ പിന്നെ MLA ബ്രോ, അല്ലെങ്കിൽ ഞാൻ മോനെ എന്ന് വിളിക്കുന്ന വ്യക്തിയാണ്, ഞാൻ വളരെ അനിയ എന്ന് വിളിക്കുന്ന വ്യക്തിയാണ്, സൗഹൃദത്തോടു കൂടിയാണ് ഞാനത് ചോദിച്ചത് എന്നുള്ള രീതിയിലൊക്കെ അവരുടെ ഭാഗത്തു നിന്നുള്ള ന്യായീകരണങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ വീണ്ടും മറ്റൊരു പ്രസ്താവനയുമായി അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ, എന്നാൽ നേരിട്ടല്ലാതെ പരോക്ഷമായിക്കൊണ്ട് വിമർശിക്കുന്ന രീതിയിൽ മറ്റൊരു പ്രസ്താവനയോട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ചുറ്റും ടൺ കണക്കിന് മാലിന്യമാണ് തന്റെ മുറിയിലുള്ളത് എന്നുള്ള രീതിയിലാണ് ആർ ശ്രീലേഖ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്ക് പേജില്. അതിൽ ആ റൂം കാണിക്കുന്നുണ്ട്. ഒരു ചെറിയ റൂമാണ്. പക്ഷെ ആ റൂമിന് പുറത്ത് ആ 2 വിൻഡോ ഉണ്ട്. 2 വിൻഡോയുടെയും പുറത്തായിട്ട് ഒരുപാട് വേസ്റ്റ് ഇങ്ങനെ കുന്നുകൂട്ടിയിട്ടേക്കാണ്, കെട്ടി തരം തിരിച്ചും ഒക്കെ ആയിട്ട് ഇട്ടേക്കാണ്. ഒരു സ്ത്രീക്ക് ജോലി ചെയ്യാനുള്ള ഇടമാണ്, പോട്ടെ, ഒരു കൗൺസിലറിന് ജോലി ചെയ്യാനുള്ള ഒരു ഇടമാണ് എന്നൊരു ഇതുപോലുമില്ല. അവിടെ ഒരു ശരിയായ ഒരു ശുചിമുറിയില്ല. ശരിക്കും പറഞ്ഞാൽ അവർ ആവശ്യപ്പെടുന്ന ഒരു അടിസ്ഥാന സൗകര്യം ഒരുക്കി കൊടുക്കാൻ VK പ്രശാന്ത് അടക്കമുള്ള നഗരസഭയ്ക്ക് ബാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ആ കെട്ടിടം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ വാടകയെ പറ്റിയുള്ള വിവാദങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. 800 രൂപയ്ക്ക്. ഇപ്പോൾ ആ ഓഫീസ് ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് വളരെ കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള ഒരു സ്ഥലമാണ്. എങ്ങനെ പോയാലും ഒരു 10,000 രൂപയ്ക്ക് പുറത്ത് വാടക ഇനത്തിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് 825 രൂപയ്ക്ക് ആ കെട്ടിടം വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ ഇരിക്കുന്ന അത്രയും അഴിമതിയെ കാണിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത്. എന്നിട്ടും ഒരു റൂം ചോദിക്കുമ്പോൾ അവിടെ കാണിക്കുന്ന ധാർഷ്ട്യം. ഇപ്പോൾ VK പ്രശാന്ത് ഈ വൈറ്റ് കൊടുക്കുമ്പോൾ ഇരിക്കുന്ന ഒരു റൂമുണ്ട്. ഈ റൂമിന്റെ പിന്നിൽ ഒരു ബാക്ക് ഡ്രോപ്പില് ഒരു 1000 വട്ടം VK പ്രശാന്ത് എന്നൊക്കെ എഴുതി കൃത്യമായ PR വർക്ക് നടക്കുന്നുണ്ട്. പക്ഷെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അതിൽ വലിയ
സാമ്പത്തിക തിരിമറി നടക്കുന്നുണ്ട്. ഒരു കൗൺസിലർ വന്ന് ഒരു റൂം വേണം, അല്ലെങ്കിൽ എനിക്ക് വർക്ക് ചെയ്യാൻ ഒരു ഇടം വേണമെന്ന് ചോദിക്കുമ്പോൾ അവര് ധാർഷ്ട്യത്തോടെ ഇടപെടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന വാർത്ത പുറത്തു വന്നപ്പോൾ സൈബർ ബുള്ളിങ്ങിന്റെ വലിയൊരു ആക്രമണം തന്നെയായിരുന്നു ഇത്തരത്തിൽ ആർ ശ്രീലേഖയ്ക്ക് കിട്ടിയിരുന്നത് എന്നുള്ളതാണ്. കാരണം അതിന്റെ യഥാർത്ഥ വശം എന്താണ് എന്നറിയാതെ ഒരു DGP ആയ ഒരു വ്യക്തി പിന്നീട് കൗൺസിലർ ആയപ്പോഴുള്ളത് എന്ന് പറഞ്ഞു. അതെ, പക്ഷേ ശ്രീലേഖ IPS ഇതിനു മുൻപ് പല വിവാദങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട്. വീട്ടിൽ ആളില്ലാത്തപ്പോൾ പോലീസ് വന്ന് നിൽക്കണം, എന്റെ വീടിന്റെ അടുത്ത് പെട്രോളിംഗ് ശക്തമാക്കണം, അങ്ങനെ പല വിവാദങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് കാണുന്നത്. ഇപ്പം ഈ പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റ്, നേരത്തെ മേഘ സൂചിപ്പിച്ച ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് പറയുന്നുണ്ട്, ഇന്നു മുതൽ സേവനം തുടങ്ങി. ഒരു മുറിയെന്ന് പറയാനാകില്ല, ചെറിയൊരിടം. ആത്മാർത്ഥതയുള്ള ഒരു ജനസേവികയ്ക്ക് ഇവിടെയും പ്രവർത്തിക്കാം. ഇന്ന് ഉച്ചവരെ ഇവിടെ വന്നത് 18 പേർ. ഇവരെ സഹായിച്ചതിൽ തൃപ്തി, അത് മതി. ഇതായിരുന്നു ആ ഒരു ക്യാപ്ഷൻ. പക്ഷെ അതിനപ്പുറം അവർ പറയുന്നുണ്ട്, നേരത്തെ മേഘ പറഞ്ഞതുപോലെ അത്രയും ചെറിയൊരു ഇടത്താണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, ഇവിടെ മാലിന്യ കൂമ്പാരമാണ് എന്ന് പറയുമ്പോൾ അറ്റവും മൂലയും ലഭിക്കാതെ അല്ലെങ്കിൽ ഇതിന്റെ യഥാർത്ഥ വശം അറിയാത്ത മറ്റു ആളുകൾ ഇപ്പോഴും അതിനെയും വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ VK പ്രശാന്തിനെ വീണ്ടും ആക്രമിക്കാൻ ഒരുങ്ങുകയാണ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ BJP CPM-നെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ തന്നെ ചർച്ച ചെയ്തിരുന്നു. ഈ VK പ്രശാന്ത് ആർ ശ്രീലേഖ തമ്മിലുള്ള പോര് യഥാർത്ഥത്തിൽ CPM BJP പോരായി മുറുകിക്കൊണ്ട് നിയമസഭയിൽ വട്ടിയൂർക്കാവിൽ ആർ ശ്രീലേഖ മത്സരിക്കാൻ വരുമ്പോഴുള്ള ഒരു പോരായി മാറുകയാണ്. പക്ഷെ അങ്ങനെ അതിനേക്കാളൊക്കെ ഉപരി ഇവർ ആവശ്യപ്പെടുന്നത് യഥാർത്ഥമായ അല്ലെങ്കിൽ ഒരു ഇവരല്ല മറ്റേതൊരു കൗൺസിലറാണ് അവിടെ വരുന്നതെങ്കിലും അവർക്ക് ആവശ്യമായ ഒരു അടിസ്ഥാന സൗകര്യമാണ് ഇവർ ചോദിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ബേസിക്കലി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ കൈവിട്ടു പോയതിൽ CPM-നും ഇടതുപക്ഷത്തിനും വലിയൊരു പങ്കുണ്ട്. അവരുടെ ഭരണം വളരെ മോശമായതുകൊണ്ടും നേതൃത്വത്തിന്റെ പ്രശ്നമുള്ളത് കൊണ്ടും തന്നെയാണ് അവിടെ BJP രണ്ടാം സ്ഥാനത്തെത്തിയ BJP ഇപ്പോൾ 1ാം സ്ഥാനത്തേക്ക് എത്തിയതും അവിടെ ഭരണം പിടിച്ചു പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതും. അതിൽ ഒരു ദേഷ്യം തോന്നുകയോ അമർഷം തോന്നുകയോ ഏത് വിധേന അതിനെ അടിച്ചമർത്തുക എന്ന് ചിന്തിക്കുകയോ ചെയ്യാതെ അതിനെ കൃത്യമായി വിമർശനാത്മകമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് CPM ഇപ്പോൾ പ്രധാനമായും ചെയ്യേണ്ടത്. ഇപ്പോൾ VK പ്രശാന്ത് അതിനെ ക്രിയേറ്റീവായിട്ട് അല്ലെങ്കിൽ അതിനെ നയപരമായിട്ട് അതിനെ നേരിടുക, അല്ലാതെ പക്ഷേ ഈ പറയുന്ന വിഷയങ്ങൾ ഇപ്പോൾ ആർ ശ്രീലേഖ ഉന്നയിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങൾക്ക് കൃത്യമായ പരിഹാരം കാണാൻ VK പ്രശാന്തിന് സാധിച്ചാൽ അവിടെ VK പ്രശാന്തിന്റെ ഇമേജ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരടി താഴുമോ എന്നുള്ളത് നമുക്ക് സംശയമാണ്. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ BJP ഇത്രയും ടീം BJP അവിടെ ഉന്നയിക്കുന്ന പ്രധാന പ്രശ്നങ്ങളുണ്ട്. ഈ പറഞ്ഞ ബസിന്റെ ഇഷ്യൂ, അതുപോലെ തന്നെ ഈ ഡ്രൈവർമാർ ഇരിക്കുന്ന ഇഷ്യൂ, ഇതിനെല്ലാം കൃത്യമായ ഉത്തരം നൽകട്ടെ. ഇപ്പോൾ മുൻപുണ്ടായിരുന്ന ആര്യ രാജേന്ദ്രൻ നയിച്ച ടീം അതിനുള്ള ഉത്തരം നൽകിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ അവർക്ക് ഉത്തരം നൽകാൻ കഴിയില്ലെങ്കിൽ അത് അവരുടെ പരാജയം തന്നെ. അതിനപ്പുറം BJP ഈ ഒരു പരാജയത്തെക്കാൾ ഉപരി BJPക്ക് അത് വലിയൊരു ഇമേജ് സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ആര്യ രാജേന്ദ്രൻ ഉണ്ടായ സമയത്ത് ജോലി പോയ യദുവിനെ പിന്നീട് മേയറുടെ ഡ്രൈവർ ആക്കുമെന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുമ്പോൾ, അത് ഒഫീഷ്യലി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും അങ്ങനെയുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ, അങ്ങനെ ഇനി ഒരു സാഹചര്യം ഉണ്ടായാൽ അത് VV രാജേഷിനും BJPക്കും ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇമേജ് ജനങ്ങൾക്കിടയിൽ വളരെ വലുതായിരിക്കും എന്നുള്ളതാണ്. കൃത്യമായി അവരത് ഉപയോഗിക്കുകയും ചെയ്യും. കാരണം എനിക്ക് തോന്നുന്നു CPM-നേക്കാൾ അല്ലെങ്കിൽ LDF-നേക്കാളും UDF-നേക്കാളും സാഹചര്യം അനുസരിച്ച് കൃത്യമായി മുന്നോട്ട് പോകാനും അല്ലെങ്കിൽ വീണ് കിട്ടുന്ന അവസരം കൃത്യമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മുന്നണി അല്ലെങ്കിൽ ഒരു പാർട്ടി BJP ആയിട്ടാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ശബരിമല വിഷയമാണെങ്കിലും കൃത്യമായി കുറുക്കി കൊള്ളേണ്ടിടത്ത് ഇട്ടുകൊടുക്കുകയും എന്നാൽ അനാവശ്യമായി ഇത് എവിടെയും വലിച്ചഴക്കാതിരിക്കുകയും ചെയ്ത് BJPയുടെ സ്റ്റാൻഡ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാം പൊസിഷനിൽ BJP ഉണ്ടായിട്ട് പോലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ നമ്മൾ കണ്ടത് CPM കോൺഗ്രസ് പോരായിരുന്നു. ഒരുപക്ഷെ BJP ഒന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ LDF-ന് അവിടെ തന്നെ നിലനിൽക്കാൻ സാധിക്കുമായിരുന്നിരിക്കാം. പക്ഷേ അതിന് ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ അവരുടെ വളർച്ച ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പുച്ഛിച്ചു തള്ളി. നേരത്തെ മറ്റു പല നേതാക്കന്മാരും പറഞ്ഞതുപോലെ ആത്മവിശ്വാസം അധികമായി പോയത് തന്നെയാണ് ഈ പറഞ്ഞ തിരുവനന്തപുരം കോർപ്പറേഷൻ കൈവിട്ടു പോയത്. ഇനിയും CPM നേതാക്കളുടെ രീതി ഇങ്ങനെ തുടരുകയാണെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയൊരു വിഭാഗം തന്നെ BJPക്കൊപ്പം പോകുന്നത് നമുക്ക് കാണേണ്ടി വരുമെന്നുള്ളതാണ്.